നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ന്യൂസ് അറ്റ് 6 PM ആദ്യം പ്രധാന തലക്കെട്ടുകൾ. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല, ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം സാർ. സംസ്ഥാനം നേരിടുന്നത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്ന് VD സർക്കാരിന്റെ ധവളപത്രം. ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. പൊതുമേഖലയിലെ നഷ്ടം നികത്താൻ സ്വകാര്യ സഹകരണത്തിന് പങ്കാളിത്തത്തിന് ശുപാർശ. വിരമിക്കൽ പ്രായം കൂട്ടാനും ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കാനും നിർദ്ദേശം. ധവളപത്രം ഉമ്മാക്കിയല്ലെന്നും LDF ഭരണത്തിന് നേർക്കുള്ള കണ്ണാടിയെന്നും മുഖ്യമന്ത്രി. പൊതുമേഖലാ പുനഃസംഘടനയിലൂടെ ലക്ഷ്യമിടുന്നത് വിറ്റഴിക്കലെന്ന് പ്രതിപക്ഷം. വേക്കപ്പ് കോളെന്ന് BJP. ധവളപത്രത്തിൽ കിഫ്ബിക്കെതിരെ രൂക്ഷ വിമർശനം. കിഫ്ബി സമാന്തര സർക്കാരായി പ്രവർത്തിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമെന്ന് മുഖ്യമന്ത്രി. കിഫ്ബി പൊളിച്ചെഴുതേണ്ടി വരുമെന്നും വിദഗ്ധ പഠനം നടത്തുമെന്നും VD സതീശൻ. സംസ്ഥാനത്ത് കാലവർഷമെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം ഇടിഞ്ഞു വീണു. ആളപായമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവ്. രോഗി മരിച്ചത് കിഡ്നി മാറി ശസ്ത്രക്രിയ ചെയ്തതോടെ. ചികിത്സയ്ക്കായി ഡോക്ടർ കൈക്കൂലി വാങ്ങിയെന്നും ബന്ധുക്കൾ. ശസ്ത്രക്രിയ നടത്തിയത് കുടുംബത്തിന്റെ അനുമതിയോടെയെന്നും ചികിത്സയ്ക്ക് എത്തുന്നതിന് മുൻപേ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ സർക്കാരിന് ആശ്വാസം. നടപടികൾ ഈ മാസം 16 വരെ നിർത്തിവെക്കാൻ നിർദ്ദേശം. ഇനി സമയം അനുവദിക്കില്ലെന്ന് കോടതി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ നിർണായക നീക്കവുമായി SIT. ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാരെ ചോദ്യം ചെയ്യുന്നു. ത്യാഗവും നിസ്വാർത്ഥവും പരിശീലിക്കാൻ ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സുഹൃത്തുക്കൾക്ക് നടക്കും. നമുക്ക് ചുറ്റുമുള്ളവരോട് കാരുണ്യം വേണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. പങ്കിടാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നും അമ്മ. തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാന മഹോത്സവം ഇന്ന് സമാപിക്കും. അമ്മയുടെ അനുഗ്രഹം തേടി ഭക്തജന പ്രവാഹം. സംസ്ഥാനം നേരിടുന്നത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് വ്യക്തമാക്കി ധവളപത്രം പുറത്തിറക്കി സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ ആകെ കടബാധ്യത. ട്രഷറി പ്രതിസന്ധി രൂക്ഷമാണ്. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവിനായി ഉപയോഗിക്കുന്നു. 2000 കോടി രൂപ മാത്രമാണ് ട്രഷറിയിൽ ഉള്ളതെന്ന് സർക്കാർ. ധവളപത്രം ഉമ്മാക്കിയല്ല, 10 വർഷത്തെ LDF സർക്കാരിന്റെ കണ്ണാടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കേരളത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് ആരോപിച്ചത് മുഴുവൻ തെറ്റാണെന്ന് ഇപ്പോൾ തെളിഞ്ഞെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നുപോകുന്നുവെന്നാണ് UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നത്. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചിലവിനായി ഉപയോഗിക്കുന്നു. ട്രഷറി കടുത്ത പ്രതിസന്ധിയിലാണ്. 2000 കോടി രൂപ മാത്രമാണ് ട്രഷറിയിലുള്ളത്. കിഫ്ബിക്ക് 21,000 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. 48,733 കോടി രൂപയുടെ കടബാധ്യത കുടിശ്ശിക പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നു. 21,670 കോടി രൂപ ജീവനക്കാരുടെ DA കുടിശ്ശിക. 14,387 കോടി പെൻഷൻകാരുടെ DR ബാധ്യത. കരാറുകാർ, സപ്ലൈകോ, കാരുണ്യ തുടങ്ങിയ കുടിശ്ശിക 48,733 കോടി രൂപ. വികസനത്തിനുള്ള മൂലധന ചെലവ് രാജ്യത്തെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ വലിയ നഷ്ടം നേരിടുന്നു. കടമെടുപ്പ് വികസനത്തിന്, വളർച്ചാ തിരിച്ചടവിനും എന്ന അടിസ്ഥാന തത്വം കേരളം ലംഘിക്കുന്നുവെന്ന് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നു. 35,000 കോടി രൂപയുടെ പദ്ധതികൾക്കും ഇനി പണം കണ്ടെത്തേണ്ടതുണ്ട്. ധവളപത്രം ഉമ്മാക്കിയാണെന്ന് വിമർശിച്ച പ്രതിപക്ഷ നേതാവിനോട് 10 വർഷം ഭരിച്ച ഇടത് സർക്കാരിന് നേരെയുള്ള കണ്ണാടിയാണെന്ന് മുഖ്യമന്ത്രി. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല, ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്.
അതേസമയം പ്രതിപക്ഷ നേതാവായിരിക്കെ വി.ഡി. സതീശൻ കേരളത്തിന്റെ കടബാധ്യതയെക്കുറിച്ച് പെരുപ്പിച്ചു കാട്ടിയ കണക്കുകളെല്ലാം കള്ളമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞുവെന്ന മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. അദ്ദേഹം കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞ പത്രസമ്മേളനത്തിലെ വാർത്തയാണിത്. 6 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ കടം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ മന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ വർഷം അതിനൊക്കെ വർഷമൊക്കെ 6 ലക്ഷം കോടിയൊന്നുമില്ല, 4,80,000 കോടിയാണ് വരിക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല, ഇതൊക്കെ എനിക്കറിയാം എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിൻ്റെ ആകെ കടമെന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ കടമല്ല, 13ാമത് സ്ഥാനമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് വരാൻ ഒരു കാര്യമായി. 19-ാം തീയതി UDF സർക്കാർ അവതരിപ്പിക്കുന്ന ബജറ്റിനെ ഏറെ സ്വാധീനിക്കുന്ന കണക്കുകളാണ് ധവളപത്രത്തിലൂടെ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ കിഫ്ബിക്കെതിരെ രൂക്ഷ വിമർശനം. കിഫ്ബി സമാന്തര സർക്കാരായി പ്രവർത്തിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. സ്വന്തമായി വരുമാനമില്ലാത്തതിനാൽ കിഫ്ബിക്ക് 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവ് ബാധ്യതയുണ്ട്. കിഫ്ബി പൊളിച്ചെഴുതേണ്ടി വരുമെന്നും വിദഗ്ധ പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കിഫ്ബി ഒരു നല്ല മാർഗമാണെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ടെന്ന് മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ കിഫ്ബിക്കെതിരെ അതിരൂക്ഷ വിമർശനം. കിഫ്ബിയുടെ വായ്പകൾ സർക്കാരിന് വലിയ ബാധ്യതയാകുമെന്നും പൂർണ്ണമായും ബജറ്റ് നിയന്ത്രണത്തിലാക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ബജറ്റിന് പുറത്ത് വികസന ഫണ്ട് കണ്ടെത്താൻ രൂപീകരിച്ച കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ പൊതു കടപരിധിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വന്തമായി വരുമാനമില്ലാത്തതിനാൽ 21,000 കോടി രൂപയുടെ അധിക വായ്പാ തിരിച്ചടവ് പൂർണ്ണമായും പുതിയ സർക്കാരിന്റെ മേലിലായി. കൂടാതെ കിഫ്ബിക്ക് വായ്പ എടുക്കാൻ 1 മുതൽ 1.5% അധിക പലിശ നൽകേണ്ടി വരുന്നു. കിഫ്ബി പദ്ധതികളുടെ വിതരണത്തിൽ പോലും പ്രാദേശികമായ അസമത്വമുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കണ്ണൂർ ജില്ലയിൽ മാത്രം ആകെ തുകയുടെ 20% അനുവദിച്ചുവെന്നാണ് പറയുന്നത്. കിഫ്ബി സമാന്തര സർക്കാരായി പ്രവർത്തിച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും കിഫ്ബിയിൽ ഒരു പൊളിച്ചെഴുത്ത് വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത് സർക്കാരിന് പുറത്താണ് പ്രവർത്തിച്ചിരുന്നത്. ധനകാര്യ വകുപ്പിനെ പോലും അറിയിക്കാതെ പ്രത്യേക സാമ്രാജ്യമായിരുന്നു കിഫ്ബിയുടെ സാമ്രാജ്യം. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ക്യാബിനറ്റും തീരുമാനിച്ചിട്ടുണ്ട്, അത് ഒരു പഠനം നടത്തി എന്താണ് ചെയ്യേണ്ടത്, ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു തീരുമാനം കിഫ്ബിയുടെ കാര്യത്തിലുണ്ടാവും പഠനം നടത്തിയതിനു ശേഷം. അതേസമയം കിഫ്ബി നല്ലൊരു മാർഗമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുവെന്നും കിഫ്ബിയെ ദുർബലപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇപ്പോൾ ഒരു വർഷം 40,000 കോടിയാണ് സ്റ്റേറ്റിന് കടമെടുക്കാനുള്ളത്. കിഫ്ബി 5,000 കോടി എടുക്കുന്നു. അത് 40,000 നമുക്ക് കിട്ടും, പിന്നെ 5,000 എക്സ്ട്രായി കിട്ടും. എന്നിട്ട് കിഫ്ബി അടച്ചു തീർക്കണം. അതിനു പകരം 2022 മുതൽ അവർ ഈ 5,000 കോടി നമ്മുടെ ഈ 40,000 പിടിച്ചു. അപ്പോൾ നമുക്ക് എഫക്റ്റീവ്ലി കിട്ടുന്നത് 35,000 ആയി. പിന്നെ ബാക്കി കിഫ്ബി. ഈ ഒരു പ്രശ്നം നമ്മളെ ബാധിച്ചിട്ടുണ്ട് സാമ്പത്തികമായി. പക്ഷെ അത് തുടങ്ങി വെച്ച വർക്കുകൾ മുന്നോട്ട് പോവുകയും ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിന് നമ്മൾ കിഫ്ബി എന്ന് പറയുന്നതിനെ ദുർബലപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ കിഫ്ബി ദുർബലപ്പെടുത്താനായിട്ടുള്ള ശ്രമം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. കിഫ്ബിയിൽ പിടിമുറുക്കാൻ തന്നെയാണ് UDF സർക്കാരിന്റെ തീരുമാനം. ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം നികത്താൻ സ്വകാര്യ സഹകരണ പങ്കാളിത്തം വേണമെന്ന് ധവളപത്രത്തിൽ ശുപാർശ. വിരമിക്കൽ പ്രായം കൂട്ടാനും ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കാനും പരാമർശം. അതേസമയം പൊതുമേഖലാ പുനഃസംഘടനയിലൂടെ വിറ്റഴിക്കലാണ് ലക്ഷ്യമിടുന്നതെന്നും KSEBയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആരോപിച്ചു. നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനമെന്ന് ധവളപത്രം പറയുന്നു. വൻതോതിൽ സ്വകാര്യ നിക്ഷേപത്തിന് സാഹചര്യമൊരുക്കണമെന്നും സ്വകാര്യ സഹകരണ പങ്കാളിത്തം കൂട്ടണമെന്നും നിർദ്ദേശം. ശമ്പളം, പെൻഷൻ, വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന്റേതിന് തുല്യമായി ഉയർത്തണം. ശമ്പള കമ്മീഷൻ 10 വർഷത്തിലൊരിക്കലാക്കണം. ഉന്നത വിദ്യാഭ്യാസം, AI, അപൂർവ ധാതുക്കളുടെ വികസനം എന്നിവയിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കണം. KSEB, ജല അതോറിറ്റി, KSRTC എന്നിവ സംസ്ഥാനത്തിന്റെ വിഭവങ്ങൾക്ക് ബാധ്യതയായി. 3 പതിറ്റാണ്ടായി KSEBയുടെ വൈദ്യുതി തീരുവ സർക്കാരിലേക്ക് അടയ്ക്കുന്നില്ല എന്നും ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നു. വൈദ്യുതി മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്കും കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപങ്ങൾക്കും അനുമതി നൽകണം. ഭൂപരിഷ്കരണ, തൊഴിൽ നിയമങ്ങൾ മാറ്റണം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും ബെവ്കോയും ലയിപ്പിക്കണം. ഫോണിൽ സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാകണം. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളും സ്ഥാപനങ്ങളും തുറക്കണം. ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിക്കണമെന്നും ശുപാർശയുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് പെൻഷൻ കമ്പനിയിൽ നിന്ന് മാറ്റി നേരിട്ട് നൽകണമെന്നും ശുപാർശ. അതേസമയം സ്വകാര്യ പങ്കാളിത്തത്തിനും വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിനുമുള്ള ശുപാർശകൾക്കെതിരെ പ്രതിപക്ഷം രംഗത്തു വന്നു. വൈദ്യുതി, വിമാനത്താവളം, തുറമുഖ മേഖലകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന്
ആരോപിച്ചു. പൊതുമേഖലാ പുനഃസംഘടനയിലൂടെ വിറ്റഴിക്കലാണ് ലക്ഷ്യമിടുന്നതെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. സർക്കാർ ജീവനക്കാർക്കൊരു വിസ്മയം പറഞ്ഞിട്ടുണ്ട്. അത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. 6000 കോടി രൂപ ഒരു വർഷം കിട്ടുമെന്നുള്ള കണക്കും അതിനകത്തുണ്ട്. എന്തായാലും അവർ തീരുമാനിക്കട്ടെ, അതിനെപ്പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരട്ടെ. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് PSUs കൃത്യമായി മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഈ ഡോക്യുമെന്റിൽ നിന്ന് കാണുന്നത്. വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളത് മതി, കാരണം കൂടുതലും PSUs ഉണ്ട്, അത് വിറ്റിട്ട് അതിൻ്റെ പണം മേടിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 മേഖലകളാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങളടുത്ത 5 6 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നോക്കിക്കോളൂ, ഇലക്ട്രിസിറ്റി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള ഡയറക്ഷൻ ഈ രേഖയിലുണ്ട്. എന്നാൽ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതും പൊതുമേഖലയിലെ സ്വകാര്യ പങ്കാളിത്തവുമൊക്കെ ശുപാർശകൾ മാത്രമാണെന്നും സർക്കാർ അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്നുമാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വകുപ്പിനെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അതീവ രഹസ്യ സ്വഭാവമുള്ള സാമ്പത്തിക കണക്കുകൾ പുറത്തുവിട്ട മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ വിചിത്രമാണെന്നും തെറ്റുകൾ മറച്ചുവെക്കാൻ അദ്ദേഹം വീണിടത്ത് കിടന്നുരുളുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തു നിന്നുരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആയിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. സർ, ഇവിടെ പ്രശ്നം ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപുള്ള എല്ലാ ഗവൺമെൻറ്റുകളും, ഞങ്ങളതായാലും UDFൻ്റെതായാലും, ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സർ, ഇവിടെ ധനകാര്യ വകുപ്പല്ല തയ്യാറാക്കിയത്. അതാണ് ഗൗരവമായ വിഷയം. പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ തള്ളി മുഖ്യമന്ത്രി VD സതീശൻ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഒരു രേഖയും പുറത്തു പോയിട്ടില്ലെന്നും VD സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കി. നിയമസഭ നടപടിക്രമങ്ങളുടെ ഒരു ലിസ്റ്റ് നിയമസഭ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു കടലാസ് എന്ന ഐറ്റത്തിലാണ് ഞാൻ ഈ ധവളപത്രം മേശപ്പുറത്ത് വെച്ചത്. അത് വയ്ക്കുക എന്നത് സ്പീക്കറുടെ അനുവാദത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അത് വെച്ചതിന് ശേഷമാണ് അതിന് ശേഷമുള്ള എന്തെങ്കിലും ഒബ്ജക്ഷൻ 303 എന്തെങ്കിലും അവതരിപ്പിക്കുന്നത്, അല്ലാതെ വെക്കുന്നതിന് മുമ്പല്ല. അത് നിയമസഭാ നടപടിക്രമങ്ങൾ അങ്ങ് 5 വർഷം അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് 25 വർഷം അറിയാവുന്ന ആളാണ്. ഇതാണ് നടപടിക്രമം. സംസ്ഥാനത്തെ ക്ഷേമ പദ്ധതികൾ പലതും അവതാളത്തിലാകുമെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും പൂട്ടുമെന്നും മുൻ മന്ത്രി തോമസ് ഐസക്. പശ്ചാത്തല വികസന കുതിപ്പിന് കടിഞ്ഞാൺ വീഴും. കേരളം വലിയ തിരിച്ചുപോക്കിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ധനപ്രതിസന്ധിയുടെ മർമ്മം കേന്ദ്രം സംസ്ഥാന ബന്ധം തന്നെയാണെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. നമ്മുടെ ധനപ്രതിസന്ധിയുടെ മർമ്മം എന്ന് പറയുന്നത് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളാണ്. ഇങ്ങനൊരു കാഴ്ചപ്പാട് UDFനും ഇല്ല, ധവളപത്രക്കാർക്കുമില്ല. ഈ ധവളപത്രം ഉറപ്പ് നൽകുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ ക്ഷേമ പദ്ധതികളൊന്നും നടപ്പാക്കാൻ പോകുന്നില്ല. ഈ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. പശ്ചാത്തല സൗകര്യ നിർമ്മാണം അത് വലിയ മന്ദഗതിയിലാവും. പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അവയുടെ സ്വകാര്യവൽക്കരണം. ഇടതു വലത് സർക്കാർ 5 വർഷം കൂടുമ്പോൾ ധവളപത്രം ഇറക്കുകയും പരസ്പരം പഴിചാരുകയും ചെയ്യുന്നത് പതിവാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രം പണം നൽകുന്നില്ല എന്നാണ് ഇരു വിഭാഗത്തിന്റെയും ആക്ഷേപം. കേന്ദ്രം നൽകുന്നുണ്ട് എന്ന് നമുക്ക് ഇവരുടെ വിവാദങ്ങളോ നാടകങ്ങളോ പ്രസന്റേഷനോ സോഷ്യൽ മീഡിയ റീൽസോ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായി ഈ ഡോക്യുമെൻ്റ് വായിക്കുക. നമ്മളുടെ ഭാവി എങ്ങനെയാണ്, ഒരു പുതിയ രീതി, ഒരു പുതിയ ഇക്കണോമിക് തന്ത്രം, ഒരു പുതിയ സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടാക്കണം, നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ ജനങ്ങളുടെ ഭാവിക്ക്, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്, നമ്മൾ ചർച്ച ചെയ്യണം. തെക്ക്
പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. പതിവിലും 3 ദിവസം വൈകിയാണ് ഇത്തവണ കാലവർഷം എത്തിയത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 8-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ ഉയർത്തി. നാളെ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തെക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജൂൺ 6 വരെ ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റും വ്യാപകമായ മഴയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കിയിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം തകർന്നു വീണു. സംഭവത്തിൽ ആളപായമില്ല. അപകടം നടക്കുന്ന സമയത്ത് കെട്ടിടത്തിൽ തൊഴിലാളികൾ ആരുമുണ്ടായിരുന്നില്ല. പാമ്പനാർ സ്വദേശി അക്നൽ എന്ന ആളുടെ കെട്ടിടമാണിത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. അതിരാവിലെ 3:30 മണിക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 3:30 മണിക്ക് ഇടിമുഴക്കം ഒരു ശബ്ദം കേട്ടിട്ട് നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ കെട്ടിടം താഴോട്ട് വരുന്നതാണ്. കെട്ടിടം താഴേക്ക് വന്ന് ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഉൾപ്പെടെ പതിച്ചതായിട്ട് ഇപ്പോൾ നമ്മുടെ കെട്ടിടത്തിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന കെട്ടിട സൈഡിൽ ഇടിച്ച് നിൽക്കുകയാണ്. ഈ കെട്ടിടം അശാസ്ത്രീയമായ പിഴവ് സംബന്ധിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം താഴെ പോയത്. ഇതിൻ്റെ സർക്കാരിൻ്റെ പെർമിറ്റ് 2 സ്റ്റോറേജ് മാത്രമേ ഉള്ളൂ. ഈ കെട്ടിടം ഇപ്പോൾ 5 സ്റ്റോറേജ് 5 നില കെട്ടിടമാണ് ഇപ്പോൾ താഴെ പോയിരിക്കുന്നത്. അതിൻ്റെ പിഴവ് അധികൃതർ ഇത്രയും വേഗം പരിശോധിക്കേണ്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന് പരാതി. 46-കാരനായ നാദാപുരം വാണിമേൽ സ്വദേശി റീജിത്താണ് ഇന്ന് പുലർച്ചെ കോളേജിൽ വെച്ച് മരണപ്പെട്ടത്. 10 മാസം മുമ്പ് ഇടത് കിഡ്നിക്ക് പകരം വലതുവശത്ത് ശസ്ത്രക്രിയ ചെയ്തതോടെ രോഗിയുടെ നില വഷളായെന്നാണ് പരാതി. വീണ്ടും ഇതേ രോഗിക്ക് ഇടതുവശത്ത് സമ്മതമില്ലാതെ ശസ്ത്രക്രിയ നടത്തിയെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഡോക്ടർ 5000 രൂപ കൈക്കൂലി നൽകിയെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഡോക്ടർക്ക് 5000 രൂപ കൈക്കൂലി നൽകിയെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാനായി വാണിമേൽ പരപ്പുപാറ സ്വദേശിയായ 46-കാരൻ റീജിത്തിന് 2025 ഓഗസ്റ്റിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ആദ്യ ശസ്ത്രക്രിയ നടക്കുന്നത്. യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത്. ഇടതുവശത്ത് നടത്തേണ്ടിയിരുന്ന ശസ്ത്രക്രിയ വലതുവശത്ത് അശ്രദ്ധമായി നടത്തിയെന്നാണ് പരാതി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 2 ഭാഗങ്ങളിലും പഴുപ്പും നീർക്കെട്ടുമുണ്ടായി. പക്ഷേ ഡോക്ടർമാർ രോഗിയെ അസുഖം ഭേദമാകുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. രോഗിയുടെ നില വഷളായതിനെ തുടർന്ന് വീണ്ടും മെഡിക്കൽ കോളേജിലെത്തി. 2026 ഏപ്രിൽ 1 ശസ്ത്രക്രിയ വീണ്ടും നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. ബന്ധുക്കൾ ഇതിന് തയ്യാറായില്ല. എന്നാൽ സമ്മതമില്ലാതെ വീണ്ടും ഇടതുഭാഗത്തും രോഗിക്ക് ശസ്ത്രക്രിയ നടത്തിയെന്ന ബന്ധുക്കൾ. അപ്പോൾ എന്താ സർജറി എന്ന് വെച്ചപ്പോൾ സർജറി നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ചെയ്യൂല എന്നാണ്. സർജറി ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യൽ നിർബന്ധമാണ്, പിന്നെ സർജറി ചെയ്താൽ മതിയാവുമെന്നാണ്. അപ്പോൾ എന്താ കാരണം വെച്ചപ്പോൾ സർജറി ചെയ്യണോ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെയ്യൂല, ഞങ്ങളൊന്നും വാങ്ങിത്തരില്ല എന്നാണ്. ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല, കൺസെൻറ്റും കൊടുത്തില്ല. കൺസെൻറ്റ് കൊടുക്കാതെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും തുളച്ച് പഴുപ്പിട്ടിട്ട് വീണ്ടും ഇറങ്ങി വന്നു. ഇത് രണ്ടും കൂടി പഴുത്ത് കുറേ ആഴ്ചയ്ക്ക് വന്ന് മരുന്ന് വെക്കൂ, സാധാരണ എല്ലാവർക്കും ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഡോക്ടർ ഒഴിവാക്കൂ. അവർ പറഞ്ഞ് ഇപ്പുറത്തെ പഴുപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് തുളച്ചതെന്നാണ് പറഞ്ഞത്. സർജറി ചെയ്തത് പറഞ്ഞില്ല. ഇപ്പുറത്തെ ഒരു പൈപ്പ് ഇട്ടല്ലോ, അതെന്താണ് പൈപ്പ് ഇട്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇപ്പുറത്തെ കിഡ്നിയിൽ നിന്ന് പഴുപ്പെടുക്കാൻ വേണ്ടി ഇപ്പുറത്തേക്ക് ഇട്ടതാണ്. അങ്ങനെയാണ് പറഞ്ഞത്. നമ്മളോട് സർജറി പിന്നെ മലബാർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ മനസ്സിലായി. ഡോക്ടർമാർ രോഗിയെ കാര്യമായി ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ വേണുഗോപാൽ ഡോക്ടറുടെ വീട്ടിലെത്തി 5000 രൂപ നൽകിയെന്നും ബന്ധുക്കൾ പറയുന്നു. അപ്പോൾ ഇവിടുന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു ഡോക്ടർക്ക് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഡോക്ടർ വന്ന് ചെയ്യാത്തത്. അങ്ങനെ വീട്ടിൽ പോയി 5000 രൂപ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും വന്നിട്ട് വീണ്ടും പഴുത്ത് കഴിഞ്ഞ ദിവസം മലബാറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഇവർ അഡ്മിറ്റ് ചെയ്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിച്ച് കാഷ്വാലിറ്റിയിൽ ICU ഇല്ല, ഇവിടെ ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നിപ്പിച്ചു. 2 ദിവസം പുറത്തിപ്പിച്ചു. അപ്പോഴേക്കും ആൾ വയലൻ്റായി. ഇത് വല്ലാണ്ട് വീക്കായി, ബോഡി വീക്കായപ്പോൾ മെഡിക്കൽ ഐസിയിലേക്ക് മാറ്റി. മെഡിക്കൽ ICU പിറ്റേന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. അപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് മരണപ്പെട്ടു. റീജിത്തിനെ 1 മാസം മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അസ്ഥിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ മുറിവുണ്ടായതാണ് പഴുപ്പിന് കാരണമെന്ന് അറിയുന്നത്. ശരീരത്തിന്റെ ഇരുവശത്തും ശസ്ത്രക്രിയ നടത്തിയത് അനാവശ്യമായിരുന്നു എന്നും സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു. ഒരാഴ്ചയായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന റീജിത്ത് ഇന്ന് പുലർച്ചെയാണ് വെന്റിലേറ്ററിൽ വെച്ച് മരണപ്പെടുന്നത്. ചികിത്സാ പിഴവെന്ന പരാതിയുമായി ബന്ധുക്കൾ 3 ദിവസം മുൻപ് സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ സുനിൽകുമാർ. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ശസ്ത്രക്രിയ നടത്തിയത് കുടുംബത്തിന്റെ അനുമതിയോടെയാണെന്നും ചികിത്സയ്ക്ക് എത്തുന്നതിന് മുൻപേ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നുവെന്നും യൂറോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മണികണ്ഠൻ എം പ്രതികരിച്ചു. മരിച്ച റീജിത്ത് ഗുരുതര വൃക്കരോഗിയാണ്. ഏപ്രിലിൽ പഴുപ്പ് മാത്രമാണ് നീക്കം ചെയ്തത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയുടെ കാലിൽ പുഴുവരിച്ച സംഭവത്തിൽ ഡ്യൂട്ടി ഡോക്ടർക്ക് സസ്പെൻഷൻ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ അവഗണനയാണ് പുഴുവരിക്കാൻ കാരണമായതെന്നും ഡ്രസ്സ് ചെയ്ത മുറിവ് കൃത്യമായ ഇടവേളയിൽ പരിശോധിക്കാനോ പുതുതായി ഡ്രസ്സ് ചെയ്യാനോ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ തയ്യാറായില്ലെന്നുമാണ് അന്വേഷണ റിപ്പോർട്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്യൂട്ടി ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത്. വിശദമായ അന്വേഷണത്തിന് വീണ്ടും ഉന്നതതല സമിതിയെ നിയോഗിക്കും. കഴിഞ്ഞ മാസം 28-നാണ് പാരിപ്പള്ളി സ്വദേശി രാജേന്ദ്ര പ്രസാദിന് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയ ശേഷമാണ് കാലിൽ പുഴുവരിച്ച നിലയിൽ കാണപ്പെട്ടത്. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ സർക്കാരിന് ആശ്വാസം. നടപടികൾ ഈ മാസം 16 വരെ നിർത്തിവെക്കാൻ നിർദ്ദേശം. ജൂൺ 9-നകം ഒഴിപ്പിക്കണമെന്ന പെരുമ്പാവൂർ കോടതി ഉത്തരവിനെതിരായ സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. ഇനി സാവകാശം നൽകാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഒത്തുതീർപ്പിന്റെ ഭാഗമായി നാളെ എറണാകുളത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തും. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് സർക്കാർ. മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനത്തിനും ഉത്തരവ്. മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. CBI അന്വേഷണത്തെ എതിർത്തും പ്രതി PP ദിവ്യയെ അനുകൂലിച്ചും നവീൻ ബാബുവിനെ വിമർശിച്ചും പത്തനംതിട്ടയിലെ CPM നേതാക്കൾ രംഗത്തെത്തി. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് ഉടൻ തന്നെ വിജ്ഞാപനം പുറപ്പെടുവിക്കും. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ തീരുമാനം. കുറ്റപത്രമനുസരിച്ച് കേസിൽ CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യ മാത്രമാണ് ഏകപ്രതി. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഒപ്പം നിന്ന മുഖ്യമന്ത്രിക്ക് എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതായി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബുവും പറഞ്ഞു. ആദ്യം തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളോട് ആദ്യം തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിലെ മുഴുവൻ നാനാ തുറകളിൽപ്പെട്ട ആൾക്കാരും എല്ലാവരോടും സപ്പോർട്ടിന് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് ഒരു ഉത്തരവിറക്കിയ കേരള സർക്കാരിനോടും അതുപോലെ മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ് ഈ വേളയിൽ. അതോടൊപ്പം ഇനിയുള്ള അന്വേഷണം ഒരു സത്യസന്ധമായ അന്വേഷണം തന്നെ നടക്കട്ടെ, അത് മാത്രമാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അതേസമയം CBI അന്വേഷണം സംബന്ധിച്ച് പ്രതി PP ദിവ്യയെ അനുകൂലിച്ചും നവീൻ ബാബുവിനെ വിമർശിച്ചും പത്തനംതിട്ടയിലെ CPM നേതാക്കൾ രംഗത്തെത്തി. നവീൻ ബാബു ജീവനൊടുക്കിയത് കുറ്റബോധം കൊണ്ടാണെന്നും യാത്രയപ്പ് യോഗത്തിൽ അനുവാദമില്ലാതെ കയറി ചെന്നു എന്ന തെറ്റ് മാത്രമാണ് ദിവ്യ ചെയ്തതെന്നും ദിവ്യ തെറ്റുകാരിയല്ലെന്നും PB ഹർഷകുമാർ പറഞ്ഞു. CBI കൂട്ടിലടച്ച തത്തയാണെന്നും രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കാനുള്ള ആയുധമാണെന്നും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും പ്രതികരിച്ചു. CBI അടച്ചിട്ട കൂട്ടിലെ തത്ത എന്ന നിലപാട് സുപ്രീം കോടതി ഒരു വേള കമന്റായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. CBIയെ സംബന്ധിച്ചിടത്തോളം CBI പലപ്പോഴും രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കാൻ വേണ്ടിയുള്ള ആയുധമായി CBI പ്രവർത്തിക്കുന്നു, ഭരണകൂടങ്ങളുടെ ഒരു ചട്ടുകമായി CBI പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം CPMഉം ഇടതുപക്ഷ പാർട്ടികളും പല സന്ദർഭങ്ങളിലും കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അതേസമയം കേസ് ഏറ്റെടുക്കുന്നതിൽ ഇനി CBIയാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. CBI അന്വേഷണത്തെ CPM നേരത്തെ തന്നെ എതിർത്തിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടി നാട് കടത്താൻ ഓപ്പറേഷൻ ഡെൽറ്റ ഹണ്ട് പ്രഖ്യാപിച്ച് ഗുജറാത്ത് സർക്കാർ. ഇതുവരെ 501 അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പിടികൂടി. 6000-ഓളം പേർ നിരീക്ഷണത്തിലാണ്. ഗുജറാത്ത് പോലീസും ക്രൈംബ്രാഞ്ചും സംയുക്തമായാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുന്നത്. നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സാങ്വി അറിയിച്ചു. गुजरात पुलिस के कांस्टेबल से लेके DGP तक पूरी टीम को मैं बहुत बहुत अभिनंदन देता हूं. गुजरात पुलिस ने ये सफलतापूर्वक ऑपरेशन के लिए पिछले 72 घंटे से दिन रात एक करके टेक्निकल सर्विलेंस के लेके ह्यूमन इंटेलिजेंस तक
सभी दिशाओं में काम किया। ബംഗാളിൽ മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. പാർട്ടിയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് 2 നേതാക്കൾ മാത്രം. അതേസമയം നിയമസഭാ കക്ഷി ഉപദേഷ്ടാവായി മമതയെ ക്ഷണിക്കുമെന്നും പാർട്ടി പിളർത്താൻ ഉദ്ദേശമില്ലെന്നും പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്ത ഋതുപ്രതാപ് ബാനർജി അറിയിച്ചു. 8-ാം തീയതി ഡൽഹിയിൽ ചേരുന്ന പ്രതിപക്ഷ കക്ഷി യോഗത്തിൽ മമത പങ്കെടുക്കും. ബംഗാളിൽ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സംഭവ വികാസങ്ങളാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളിലുണ്ടായത്. ഋതുപ്രതാപ് ബാനർജിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിന് പിറകെ പാർട്ടിയിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മമത വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് 2 നേതാക്കൾ മാത്രമാണ്. ആകെ 80 തൃണമൂൽ MLA-മാരിൽ 60 പേരുടെയും പിന്തുണ ഋതുപ്രതാപ് ബാനർജിക്കൊപ്പമാണ്. ബാക്കി MLA-മാരും മുതിർന്ന നേതാക്കളും ഒന്നുകിൽ വിമതപക്ഷത്തിനൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ പാർട്ടി വിട്ട് BJP-യിൽ ചേരാനും സാധ്യതയുണ്ട്. പാർട്ടി ഋതുപ്രതാപ് ബാനർജി പിടിച്ചെടുത്തതോടെ തൃണമൂലിന്റെ ഔദ്യോഗിക ചിഹ്നവും പേരും മമതാ ബാനർജിക്ക് നഷ്ടമായേക്കും. അതേസമയം പാർട്ടി പിളർത്താൻ ഉദ്ദേശമില്ലെന്നും മമതാ ബാനർജിയെ നിയമസഭാ കക്ഷി ഉപദേഷ്ടാവായി ക്ഷണിക്കുമെന്നും ഋതുപ്രതാപ് ബാനർജി അറിയിച്ചു. തൃണമൂൽ MP-മാരും മമതാ ബാനർജി വിഭാഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതേസമയം 8-ാം തീയതി ഡൽഹിയിൽ ചേരുന്ന പ്രതിപക്ഷ സഖ്യ കക്ഷികളുടെ യോഗത്തിൽ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും പങ്കെടുക്കും. നേരത്തെ ബംഗാളിൽ ഭരണമുണ്ടായിരുന്നപ്പോൾ ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും വിമർശിക്കുന്ന നിലപാടായിരുന്നു മമത സ്വീകരിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചുറ്റുമുള്ളവരോട് കാരുണ്യം വേണമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. നന്മയുടെ സുഗന്ധം എല്ലായിടത്തും പടരുമെന്നും അമ്മ പറഞ്ഞു. തൃശൂർ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ 2-ാം ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. അമ്മയെ കാണാൻ ഇന്നും ആയിരങ്ങൾ ഉത്സവ നഗരിയിലേക്ക് ഒഴുകുകയാണ്. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ 2-ാം ദിനത്തിലും വൻ ജനാവലിയാണ് അമ്മയെ കാണാനായി അയ്യന്തോളിലെ ഉത്സവനഗരിയിൽ എത്തിയത്. വേദിയിലെത്തിയ അമ്മയെ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, സിനിമാ താരം ദേവൻ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. അമൃതശ്രീ അംഗങ്ങൾക്ക് വേദിയിൽ അമ്മയുടെ നേതൃത്വത്തിൽ സാരി വിതരണം ചെയ്തു. തുടർന്ന് ഭക്തമനസ്സുകൾക്ക് ആശ്വാസം പകർന്ന് അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം. ചുറ്റുമുള്ളവരോട് കാരുണ്യമുള്ളവരായിരിക്കാൻ ആഹ്വാനം ചെയ്ത അമ്മ നന്മയുടെ സുഗന്ധം എല്ലായിടത്തും തനിയെ പടരുമെന്നും ഓർമ്മിപ്പിച്ചു. ത്യാഗവും നിസ്വാർത്ഥവും പരിശീലിക്കാൻ ജീവിതം ചിട്ടപ്പെടുത്തുമ്പം നമ്മളറിയാതെ തന്നെ ശ്രുതികൾക്ക് നടക്കും. അങ്ങനെ സുന്ദരവും ശ്രുതിമന്തമായ സംഗീതം പോലെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും ഒരു സുഖകരമായ അനുഭവമായി തീരും. അമ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഭജന സദസ്സിനെ ഭക്തിസാന്ദ്രമാക്കി. പിന്നീട് ധ്യാനത്തിനു ശേഷം ആരതി. തുടർന്ന് തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അമൃത ദർശനത്തിനായി ഒഴുകിയെത്തിയ ആയിരങ്ങൾക്ക് അമ്മയുടെ സാന്ത്വന സ്പർശം. തൃശൂർ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന് ശേഷം നാളെ അമ്മ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും. അമൃത ന്യൂസ്, തൃശൂർ. അമ്മയുടെ ദർശനം ആദിപരാശക്തിയുടെ ദർശനം കിട്ടിയതിന് സമമാണെന്ന് നടൻ ദേവൻ. അമ്മയെ ദേവിയായിട്ടാണ് താൻ കാണുന്നത്. അമ്മയുടെ അനുഗ്രഹം പലതവണ ലഭിച്ചിട്ടുണ്ടെന്നും അമ്മയെ വീണ്ടും കാണാനായത് ഭാഗ്യമാണെന്നും നടൻ ദേവൻ പറഞ്ഞു. അമ്മയുടെ ദർശനം എന്ന് പറയുന്നത് തന്നെ ആദിപരാശക്തി അമ്മയുടെ ദർശനം കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. എപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാറുണ്ട്. കാരണം ആദ്യ മധ്യാന്ത വിഹീനയായ അമ്മ. അപ്പോൾ മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതിൽ ഏറ്റവും ആദ്യം മാതാ അമ്മയാണ്. അതിനുശേഷമാണ് ഗുരുവും ദൈവവും ഒക്കെ വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും അമ്മയെ കാണുന്നത് അമ്മയായിട്ടാണ്, ദേവിയായിട്ടാണ്, പരാശക്തിയായിട്ടാണ്. നമ്മുടെ ഡൽഹിയിൽ അമ്മയുടെ അമൃത ഹോസ്പിറ്റലുണ്ട്. ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായിട്ട് ഞാനെന്നെ കാണുകയാണ്. 8ാമത്തെ അത്ഭുതമായിട്ട് കാണുക. അത്രയും ഞാനവിടെ പോയി കണ്ടിട്ടുണ്ട്. ആ ഒരു മനുഷ്യ ആയുസ്സിൽ
സാധിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു കർമ്മമാണ്, ഒരു നേട്ടമാണ് അമ്മ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ശക്തിയില്ലാതെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആദ്യ പരാശക്തിയുടെ പൂർണ്ണ രൂപത്തിലാണ് അമ്മ ഇരിക്കുന്നത് എന്നുള്ളത്. എൻ്റെ പറയാൻ കാരണം അതുകൊണ്ടാണ്. വലിയ അത്ഭുത സിദ്ധിയുള്ള അമ്മയാണ്. അമ്മയായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ട് എനിക്ക്. ഞാൻ അവിടെ വള്ളിക്കാവിലൊക്കെ പോവാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ഉപദേശങ്ങൾ, വളരെ നമ്മളൊരു പ്രോബ്ലത്തിൽ നിൽക്കുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചാൽ അമ്മ കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം പറയും. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുമ്പോഴൊക്കെ അമ്മ പറയുന്നത് വളരെ അർത്ഥവത്തായ ചില കാര്യങ്ങളാണ്. കാരണം ഭാവിയിലെ ഒരു ചൂണ്ടുപലക അമ്മ പറയാൻ ഒരു സൂചന പോലും അമ്മ എനിക്ക് തരാറുണ്ട്. വേറൊന്നും എനിക്ക് അമ്മേനെ പറ്റി പറയാനില്ല. വളരെ സന്തോഷമുണ്ട് ഇവിടെ. അമ്മ ഇവിടെ 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. അമ്മയാണ്, പരാശക്തിയാണ്. അമ്മേശ്വരൻ. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് 1000 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. നടൻ സൗബീൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് കേസിലെ പ്രതികൾ. സിനിമയുടെ നിർമ്മാണത്തിനായി പ്രതികൾ പണം മുടക്കിയിട്ടില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ തട്ടിപ്പ് നടത്തിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. സിനിമയുടെ ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പ്രതികൾ 7 കോടി രൂപ കൈപ്പറ്റിയെന്നും എന്നാൽ ലാഭവിഹിതമോ കൈപ്പറ്റിയ തുകയോ തിരികെ നൽകിയില്ലെന്നും കാണിച്ച് അരൂർ സ്വദേശി സിറാജ് ഹമീദ് നൽകിയ പരാതിയിലാണ് അന്വേഷണം നടന്നത്. വിശ്വാസവഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനുള്ള ചർച്ച നടന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസ് പ്രതിസന്ധി ശക്തമായതോടെ വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചിരുന്നു. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ചർച്ചകൾ നടന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഊർജം, വ്യാപാരം, ആരോഗ്യം, നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം രൂക്ഷമായതോടെ വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധം വിപുലീകരിക്കാനുള്ള ചർച്ചകൾ നടന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഡെൽസി റോഡ്രിഗസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയുടെ സാങ്കേതിക വ്യാവസായിക ശേഷികൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായി വെനസ്വേലൻ പ്രതിനിധി സംഘം രാജ്യത്തെ വിവിധ ഊർജ്ജ, ഫാർമസ്യൂട്ടിക്കൽ, ഓട്ടോമൊബൈൽ കേന്ദ്രങ്ങൾ സന്ദർശിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 8 നിലകളോട് കൂടിയ ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണം വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങുന്നു. 7 വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയ കെട്ടിടമാണ് ഇനിയും പൂർത്തീകരിക്കാത്തത്. നബാർഡ് അനുവദിച്ച 7 കോടി രൂപ ചെലവിലായിരുന്നു ആദ്യഘട്ടത്തിൽ നിർമ്മാണം തുടങ്ങിയത്. നബാർഡ് ഫണ്ടിൽ നിന്ന് അനുവദിച്ച 7 കോടി രൂപ ചിലവിലാണ് ആദ്യഘട്ടത്തിൽ 8 നില കെട്ടിടത്തിന്റെ നിർമ്മാണം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ തുടങ്ങിയത്. എന്നാൽ നബാർഡ് അനുവദിച്ച നിർമ്മാണ കാലാവധിക്കുള്ളിൽ കരാറുകാരന് പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇതോടെ കരാറുകാരന് മുഴുവൻ തുകയും നൽകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടു. തുടർന്ന് നിർമ്മാണങ്ങൾ നിശ്ചലമായ നിലയിലെത്തി. പിന്നീട് ഇങ്ങോട്ട് കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് തുക അനുവദിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തിവരുന്നത്. വിവിധ കാരണങ്ങൾ കൊണ്ട് നിർമ്മാണം അനന്തമായി നീളുമ്പോൾ 7 വർഷം പിന്നിടുകയാണ്. ആരോഗ്യ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ല ഭരണമാറ്റത്തിലും ആരോഗ്യമന്ത്രിയിലും പ്രതീക്ഷ അർപ്പിക്കുകയാണ്. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ആശുപത്രി കെട്ടിടത്തിൽ വാട്ടർ ടാങ്ക് നിർമ്മാണം, പ്ലംബിംഗ് വർക്കുകൾ, ജനറൽ വാർഡ് സജ്ജീകരണം, OP സജ്ജീകരണം, വൈദ്യുതീകരണ പ്രവർത്തികൾ തുടങ്ങിയവ നടത്താനുണ്ട്. 50ഓളം രോഗികൾക്കുള്ള ജനറൽ വാർഡ് കെട്ടിടത്തിൽ ഉണ്ടാകുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. നിലവിൽ ജനറൽ ആശുപത്രിയിലെ പരിമിതികളിൽ പ്രവർത്തിക്കുന്ന ഓഫ്താമോളജി, ദന്തൽ വിഭാഗങ്ങൾ, ഇമ്മ്യൂണൈസേഷൻ സെന്റർ എന്നിവയടക്കം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനിരിക്കെയാണ് നിർമ്മാണ പ്രവർത്തികൾ നീളുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. കൊച്ചിയിൽ പെൺകുട്ടികളെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അക്ബർ അലിക്കായി തിരച്ചിൽ തുടരുന്നു. പാലക്കാട് കേന്ദ്രീകരിച്ചാണ് പരിശോധന. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ. കൊച്ചി കലൂരിൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടികളെ മർദ്ദിച്ച കേസിൽ മുഖ്യപ്രതി അക്ബർ അലിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പാലക്കാടും മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു.
പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രതി നമ്മളുടെ റേഡാറിൽ തന്നെ ഉണ്ട്. സോ ടീംസ് ആർ സെർച്ചിങ് ഫോർ ഹിം. ഞങ്ങൾക്ക് എല്ലാവരും അറിയக்கூடிய ആളാണ്. അപ്പോൾ പാലക്കാട് കേന്ദ്രീകരിച്ച് ടീമുകൾ പോയിട്ടുണ്ട്, മറ്റ് സ്റ്റേറ്റുകളൊക്കെ നമ്മളുടെ സ്റ്റേറ്റ് ടീമുകൾ പോയിട്ടുണ്ട്. കൃത്യമായിട്ട് ഹി വിൽ ഗെറ്റ് ഇറ്റ് ബിക്കോസ് വി ഹാവ് എ ക്ലിയർ എവിഡൻസ് ആൻഡ് ക്ലിയർ ഇൻഡിക്കേഷൻ. കേസിലെ എല്ലാ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രധാന പ്രതിയായ അക്ബർ കലൂർ ലിബർട്ടി ലൈനിൽ നടത്തുന്ന ലോഡ്ജിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു. പെൺകുട്ടികളെ ആക്രമിച്ച ശേഷം പ്രതി ഇവിടെ എത്തിയിട്ടില്ലെന്നാണ് വിവരം. അതേസമയം ആക്രമണത്തിനിരയായ പെൺകുട്ടി വീണ്ടും ചികിത്സ തേടി. ശരീരവേദനയും ശ്വാസമെടുക്കാൻ പ്രയാസവും അനുഭവപ്പെട്ടതോടെയാണ് പെൺകുട്ടി വീണ്ടും ആശുപത്രിയിലെത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി.